മനസ്സിനെയും ഹൃദയത്തെയും ഈശോയുടെ കരങ്ങളിൽ കൊടുക്കണം. നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക സമൂഹത്തിലെ
ഓരോ ഭവനങ്ങളിലും അങ്ങയുടെ സമാധാനം കൂടുതൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഞങ്ങൾ ഭവനങ്ങളിൽ നിന്ന് ദൂരസ്ഥലങ്ങളിൽ ആയിരിക്കുന്നവരെ, പ്രത്യേകിച്ച് വിദേശ നാടുകളിൽ ആയിരിക്കുന്നവരെ, നമ്മുടെ ജോലി സ്ഥലത്തും താമസ സ്ഥലത്തും അങ്ങ് സംരക്ഷിക്കണമേ. ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേരുന്ന ദിവസം ആഗതമാകുന്നു എന്ന വലിയ സന്തോഷത്തിൽ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കൃതജ്ഞത, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും
നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം വരെ പാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരേ, ശ്രുതിയോടെ കേൾപ്പി. ജോയലിന്റെ പുസ്തകത്തിനുള്ള വായന 2-18 മുതൽ 26 വാക്യങ്ങൾ വിലോസിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് തന്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തന്റെ ജനത്തോട് കാരണം കാണിക്കുകയും ചെയ്തു. കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധ്യാനവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ തൃപ്തരാകും. ജനങ്ങളുടെ ഇടയിൽ ഇനി നിങ്ങളെ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് അടിപ്പായിക്കും. വരണ്ട വിജനമായ ദേശത്തേക്ക് അവൻ ഞാൻ തിരുത്തും. അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തന്റെ ഗർവം നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വഹിക്കും. ദേശമേ, ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട. മേച്ചിൽ പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു. അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ ആനന്ദിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിപ്പിച്ചു തരും. മെതികളിൽ നിന്ന് ധ്യാനം നിറയും. ചങ്ങുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീട്ടിൽ വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായ ഭക്ഷിച്ച തൃപ്തരാകും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യരുടെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 6:1-11 വരെയുള്ള വാക്യങ്ങൾ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ ഒരുവന് അപരനുമായി തർക്കമുണ്ടെങ്കിൽ വിശുദ്ധരുടെ അല്ലാതെ നീതിരഹിതരുടെ മുമ്പിൽ വിധിക്കപ്പെടാൻ നിങ്ങൾ തുനിയുന്നുവോ? വിശുദ്ധ ലോകത്തെ ന്യായം വിധിക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസാര തർക്കങ്ങളിൽ വിധിക്കാൻ നിങ്ങൾ അയോഗ്യരാണോ? നമ്മൾ മാലാഖമാരെ വിധിക്കും എന്നറിയില്ലേ? എങ്കിൽ അനുദിന കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ? നിങ്ങളുടെ അനുദിന കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിൽ സഭയിൽ ഒരു മതിപ്പുമില്ലാത്തവരെ ന്യായാധിപന്മാരായി നിങ്ങൾ അവരോധിക്കുന്നുവോ? നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ട ജ്ഞാനമുള്ള ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിലില്ലേ? എന്നാൽ സഹോദരൻ സഹോദരനുമായി വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ. നിങ്ങളുടെ ഇടയിൽ പരസ്പര വ്യവഹാരങ്ങളുണ്ടെന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് അന്യായം ക്ഷമിച്ചുകൂടാ? എന്തുകൊണ്ട് വഞ്ചന സഹിച്ചുകൂടാ? മറിച്ച് നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അതും സഹോദരരെ, അല്ലെങ്കിൽ അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് വഴി തെറ്റാതിരിക്കട്ടെ. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും പുരുഷവേശികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ അപ്രകാരമായിരുന്നെങ്കിലും കർത്താവായ യേശുമിശിഹായുടെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങൾ കഴുകപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതിമത്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി.
മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 7 വാക്യങ്ങൾ 36 മുതൽ 50 വരെ. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകൻ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തുവോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാലു കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീരുകൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുസഭ നമ്മോട് പങ്കുവയ്ക്കുന്നു. നാം ഓരോരുത്തരോടും ഒരു ആത്മപരിശോധന ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ഈശോ. ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ശിമയോനോട് എന്ന പോലെ നാം ഓരോരുത്തരോടും ഈശോ ആവശ്യപ്പെടുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ദൈവം എന്തുമാത്രം ക്ഷമിക്കുന്നു എന്ന് കണ്ടെത്തുവിൻ എന്ന്. കഥ വളരെ ലളിതമാണ്. കൂടുതലും കുറവും കടം ഉണ്ടായിരുന്ന 2 പേർക്കും ആ ഉടമസ്ഥൻ കടം ഇളച്ചു കൊടുത്തു. ഇത് ഈ 2 പേരിൽ ആരാണ് കൂടുതൽ ആ ഉടമസ്ഥനെ സ്നേഹിക്കുക? കൂടുതൽ കടം ഇളവ് കിട്ടിയവൻ എന്ന് ശിമയോൻ മറുപടി പറയുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി നോക്കുമ്പോൾ നാം നമ്മെ സ്നേഹിക്കുന്ന, സൃഷ്ടിച്ച, പരിപാലിക്കുന്ന ദൈവത്തോട് എന്തുമാത്രം വേദനകൾ ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മോട് എന്തുമാത്രം ക്ഷമിക്കുന്നു എന്ന് കണ്ടെത്താൻ പറ്റും. എന്തുമാത്രം തിന്മകൾ ദൈവം നമ്മോട് നിരുപാധികം മറന്നു കളയുന്നു എന്ന് കണ്ടെത്തുക. അത്രമാത്രം കടമാണ് ദൈവം നമുക്ക് ഇളച്ച് തന്നത്. എന്നേക്കാൾ മറ്റൊരു വ്യക്തിയെ താരതമ്യം ചെയ്ത് വിധിക്കുക എന്നതിലോ ഞാനും മറ്റൊരാളും തമ്മിൽ ദൈവത്തിന് മുൻപിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട് എന്ന് തർക്കത്തിൽ ഏർപ്പെടുകയോ അല്ല ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയാകേണ്ടത്. പിന്നെയോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്തുമാത്രം എന്നോട് ക്ഷമിക്കുന്നു എന്ന് ബോധ്യമുള്ള ആളുകളായി മാറുക എന്നതാണ് നമ്മിൽ നിന്ന് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ, നമ്മുടെ സഹോദരനിലേക്കോ സഹോദരിയിലേക്കോ അയൽപ്പക്കക്കാരിലേക്കോ നാം ഈ സമൂഹത്തിൽ ഇടപെടുന്ന മറ്റാരിലേക്ക് നോക്കിയാലും
ചിലപ്പോൾ നമുക്ക് തോന്നും, ബൈബിൾ തന്നെ അങ്ങനെ ഒരു സന്ദർഭം നമ്മോട് പറയുന്നുണ്ടല്ലോ, ദൈവമേ അവനേക്കാൾ എത്രയോ നീതിമാനാണ് ഞാൻ എത്രയോ മര്യാദക്കാരനാണ്, അവൻ അല്ലെങ്കിൽ അവൾ എത്രയോ മോശക്കാരാണ് എന്നൊക്കെയുള്ള വാചകങ്ങളായിരിക്കും നമ്മുടെ നാവിൽ നിന്ന് വരിക. അതുകൊണ്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക, നീ നിന്നിലേക്ക് തന്നെ നോക്കുക. എന്തുമാത്രം ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയാൻ എന്തുമാത്രം അവിടെ നിന്ന് നിന്നോട് ക്ഷമിക്കുന്നു എന്ന് കണ്ടെത്തിയാലും മതി. മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ നമ്മുടെ ചിന്തകളുടെ താളം തെറ്റും. പരസ്പരം വിധിക്കാനും തർക്കത്തിൽ ഏർപ്പെടാനും വഴക്കുകൾ ഉണ്ടാകാനും പ്രയാസങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോ നമ്മോട് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നു. എന്തുമാത്രം തിന്മകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു, എന്തുമാത്രം ദൈവം എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ ഇന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ അത് ദൈവം നമ്മോട് നിരുപാധികം ക്ഷമിക്കുന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ആരോഗ്യത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും നല്ല ജോലിയിലും ഒക്കെയും നമ്മൾ വളർന്നു പോകുമ്പോൾ അത് നമ്മുടെ ഒരാളുടെ കഴിവാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചാൽ ഈ ഭൂമി നമ്മെ ഓർമ്മിപ്പിക്കും നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന്. സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഓരോ ദിവസവും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ജീവിതം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത്രമാത്രം ദൈവം നമ്മോട് ക്ഷമിക്കുന്നു എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അത്രയും സ്നേഹിക്കുന്ന ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, അവിടുത്തെ മാത്രം ആശ്രയം വയ്ക്കാൻ, അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ, അവിടുത്തെ പ്രതി പരസ്പരം ക്ഷമിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പരസ്പരം ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ കഴിഞ്ഞിടണമേ എന്ന് പ്രാർത്ഥിക്കാം. നാളുകളുടെ മേൽ വീണാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളിയരണമേ. മന്നരാക്കിയ പരിശുദ്ധാത്മാവെ ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളിയരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാതൃപ്രബോധത്തെയും ഞങ്ങളുടെ അതിരോധന അധ്യക്ഷനായ ആൻഡ്രൂസ് പ്രബോധത്തെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ ജോർജ് പോളി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നേൽക്കണമേ. വിശുദ്ധ ഉദാശയിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ ഔദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിലൂടെ എന്നതിന് എഴുന്നള്ളിയരണമേ. പ്രയാസങ്ങളിലും സ്ത്രീയന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ ജീവിതക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളിയരണമേ. ജീവിതത്തിന്റെ വേദനകളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളിയരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവ് ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാ
പരിശുദ്ധനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും പ്രധാനമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും ഈശോയുടെ കൃപയാൽ ഇവരിൽ നമുക്ക് സഹായത്തിനും രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിൽ എത്തിച്ചതിനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനാകുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിലെയും നാഥനായ ദൈവം തന്റെ അഭിഷേകമേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരന്റെ ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്നോട് അനുഷ്ഠിക്കപ്പെടുന്നത് വിശ്വസിച്ച് വീക്ഷിക്കുകയും വയോക്തിയായ രഹസ്യങ്ങൾ ശുപാർശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥം വഴി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും നമ്മോട് ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം കീർത്തിക്കുന്നു.
പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മിശിഹ തന്നെ ശൂന്യനാക്കി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും കർദിനാൾ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന മാർപ്പോളി കണ്ണൂക്കാടൻ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും
ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും ഈ സമയം ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇടവകയിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഞങ്ങളിൽ നിന്ന് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് വിദേശ നാടുകളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരുടെയും സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയും അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളുടെയും വിജയത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഞങ്ങൾ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങേ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമനുസരിതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്നേഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ
പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഒറ്റാതെ സമീപിക്കാം. എല്ലാവരിൽ നിന്നുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ ജ്ഞാനമായപ്പോഴും കൃപയും പാവങ്ങളെ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ശക്തനായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടും നിഷ്കളങ്കമായ ഹൃദയത്തോടും കൂടെ ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരൻ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോയും മിശിഹായുടെ കൃപാവനും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരന്റെ സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യാനും നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ ആത്മാവിൽ ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ കടങ്ങളും പാപങ്ങളും പുറത്ത് വലിയ സ്നേഹത്തോടു കൂടെ നമ്മിലേക്ക് എഴുന്നള്ളി വരാൻ ആഗ്രഹിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ, അങ്ങയുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് അരൂപിയിൽ അങ്ങയെ സ്വീകരിക്കുന്ന എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം തരണമേ. എൻ്റെ ഹൃദയത്തിലുള്ള അങ്ങയുടെ വാസം എനിക്ക് സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്നേ ദിവസം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സംരക്ഷണം നൽകണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകും.
അവന്റെ വാഗ്ദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരണപൂർവ്വം നിങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മസിഹായ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ വിളിച്ചല്ലോ, അക്ഷയ സൗഭാഗ്യവാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ദൈവപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചമ്മേ തിരുസുതനായി നൽകി രൂപം ദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവ സ്തുതികൾ വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീ യാഗത്തിൽ നമ്മെ നിദാനം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. രക്ഷകൃപയും ആനന്ദം സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവും നാഗട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ നിറഞ്ഞുകൂടാ. ഏവർക്കും സന്തോഷത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിക്കുന്ന ദിവസങ്ങൾ വീണ്ടും ആഗതമാകുന്നു എന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേന കുർബാനയോട് കൂടെയായിരിക്കും നമ്മൾ ഈ ദിവസം ആരംഭിക്കുക. വിശുദ്ധ കുർബാനയുടെ സമയം ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക്. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ പതിവ് പോലെ വിശുദ്ധ കുർബാന 6:25 നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുക. എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും യാചിക്കുന്നു. നല്ല ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ.